ഹലോ, ഇന്ന് ഞങ്ങൾ പോകുന്നത് കോൺഫറൻസിന് വേണ്ടിയാണ് കേട്ടോ. കോൺഫറൻസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇവിടെ മെഡിക്കൽ നമുക്ക് ഒരു സബ്ജക്റ്റിനെ പറ്റി നമ്മളെ പഠിപ്പിക്കുക, അതാണ് ഈ കോൺഫറൻസ് എന്ന് ഉദ്ദേശിക്കുന്നത്. നമ്മൾ മെയിനായിട്ട് പോകുന്നത് അവിടുത്തെ ഈ കോൺഫറൻസ് മിക്കപ്പോഴും നടക്കുന്ന വലിയ വലിയ ഹോട്ടലുകളാണ് കേട്ടോ. വലിയ വലിയ ഹോട്ടലുകൾ, പിന്നെ അവിടുത്തെ ഫുഡ് കാര്യങ്ങൾ, ഇതൊക്കെയാണ് നമ്മുടെ മെയിൻ ലക്ഷ്യം എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ ഞങ്ങൾ മൂന്നിവിടെ നിന്ന് പെർമിഷൻ എടുത്തിട്ട് ഇറങ്ങി. പെർമിഷൻ എന്താണെന്ന് ഞാൻ അടുത്ത വീഡിയോയിൽ പറയാം. പെർമിഷൻ എടുത്ത് ഡ്യൂട്ടി ആയിരുന്നു, 11 മണിയായപ്പോഴത്തേക്ക് ഇറങ്ങി. എടുത്തിട്ട് ദേ ഈ ഹോട്ടൽ കണ്ടോ, കറക്റ്റ് ബോട്ടിൻ്റെ ആകൃതിയിലാണ് കേട്ടോ ഇവരിത് പണിത് വെച്ചേക്കുന്നത്. ഭയങ്കര വ്യൂ ആണ്, അടിപൊളിയാണ്. കാരണം സീ സൈഡ് കൂടെ ആയതുകൊണ്ട് തന്നെ. പിന്നെ നമ്മൾ കോൺഫറൻസ് കുറച്ച് നേരം നമ്മളത് അറ്റൻഡ് ചെയ്തു. അത് കഴിഞ്ഞിട്ട് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറഞ്ഞ ഇതായിരുന്നു കേട്ടോ. ഇഷ്ടംപോലെ ജ്യൂസും കാര്യങ്ങളൊക്കെ ഇഷ്ടംപോലെയാണ്, ബൊഫെ മാതിരിയാണ്, നമുക്ക് ആവശ്യത്തിന് പോയി എടുത്ത് കുടിക്കാം, അതുപോലെയാണ്. ഇത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ. ഇത്രയും കാര്യങ്ങളാണുള്ളത്. നമുക്കിത് കാണുമ്പോൾ തന്നെ വയറ് നിറയുന്ന ഒരവസ്ഥയാണ്. പക്ഷെ നമുക്ക് ലഞ്ചുണ്ട്, അത് മിസ് ചെയ്യാൻ പറ്റത്തില്ല. നമ്മൾ ഇതെല്ലാം കുറേശ്ശെ എടുത്ത് കഴിച്ചു. പിന്നെ മാംഗോ ജ്യൂസാണ് ഞാൻ ചൂസ് ചെയ്തത്. അത് കഴിഞ്ഞിട്ട് ഇവർക്ക് പ്രെയറുണ്ട്, 12 മണിക്ക് ശേഷം പ്രെയർ. അത് കഴിഞ്ഞിട്ട് നമുക്ക് 1 മണിക്ക് ലഞ്ച്. അതായിരുന്നു. ഇത് ഒരു സൈഡിൻ്റെ മെനു ആണ് കേട്ടോ. ഇത്രയും വെജിറ്റബിൾ ബിരിയാണി, മട്ടൻ ബിരിയാണി, പിന്നെ എന്താ ബീഫ് ബിരിയാണി, എല്ലാ സംഭവം ഉണ്ട്. അപ്പോൾ ഞാൻ കുറച്ച് മാത്രമേ എടുത്തു, കാരണം ഇനിയും മെനു കുറേ ഉണ്ട് കേട്ടോ. നമുക്കെല്ലാം കൂടെ കഴിച്ച് വയറ് നിറയാൻ പറ്റത്തില്ല. പക്ഷേ എൻ്റെ വെജിറ്റബിൾ സൂപ്പ് ഫ്ലോപ്പ് ആയിപ്പോയി, കാരണം എനിക്ക് അത്ര രുചി വന്നില്ല. പക്ഷേ നല്ല ഹെൽത്തി ആയിട്ടുള്ള സാധനമാണ്, പക്ഷേ എനിക്കെന്തോ ഇഷ്ടപ്പെട്ടില്ല. നമുക്ക് റൈസും ചിക്കനും അത് ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നല്ലോ, അപ്പോൾ അതുകൊണ്ട് ഞാൻ ഒരു സൈഡിൽ നിന്ന് അത് കഴിച്ചു തുടങ്ങി. ഇത് വീട്ടിലാണെന്നുണ്ടെങ്കിൽ എൻ്റെ ഒരു കൈക്കേ ഉള്ളൂ കേട്ടോ ഇത്രയും, കാരണം ഒരുമിച്ച് എല്ലാം കൂടെ കുഴച്ച് കഴിക്കാവുന്നതേ ഉള്ളൂ. പക്ഷേ ഇവിടെ നമുക്ക് എന്തായാലും അത് പറ്റത്തില്ല, സ്പൂണും ഒക്കെ ഉപയോഗിച്ചിട്ടാണ് കഴിക്കുന്നത്. കൂടുതൽ മട്ടനും ഉണ്ടായിരുന്നു കേട്ടോ. മട്ടനും ഞാൻ എടുത്തത് മട്ടനും ചിക്കൻ കറിയും പിന്നെ റൈസുമാണ് എടുത്തത്. അത് കഴിച്ചിട്ട് ഞങ്ങൾ ഗ്രില്ലിൻ്റെ സെക്ഷനിലോട്ടാണ് പോയത് കേട്ടോ. അവിടെ പിസ്സ, ബീഫിൻ്റെ ഉണ്ടായിരുന്നു, വെജിൻ്റെ ഉണ്ടായിരുന്നു, പിന്നെ ചിക്കൻ ഉണ്ടായിരുന്നു, പ്രോൺസ് ഉണ്ടായിരുന്നു, പിന്നെ പാസ്ത ഉണ്ടായിരുന്നു. പാസ്ത ഞാൻ വെറുതെ എടുത്തത്, അവരെന്ത് വിചാരിക്കും, നിൽക്കുന്നവരെന്ത് വിചാരിക്കും എന്ന് വിചാരിച്ചെടുത്തതാണ് കേട്ടോ. എൻ്റെ ലക്ഷ്യം മൊത്തം ഈ പ്രോൺസും ചിക്കനും പിസ്സയൊക്കെ ആയിരുന്നു. അതും ഒരു സൈഡിൽ നിന്ന് കഴിച്ചു തുടങ്ങി. ഇവരധികം മസാലാസ് ചേർക്കാത്തത് കൊണ്ട് ഭയങ്കര ടേസ്റ്റാണ്. വേറെ എന്തൊക്കെ ഇവർ ആഡ് ചെയ്യുന്നുണ്ട്, പക്ഷേ ഭയങ്കര രുചിയാണ് കേട്ടോ. അതും ഒരു സൈഡിൽ നിന്ന് കഴിച്ചു തുടങ്ങി. പിന്നെ അതുപോലെ തന്നെ ഞാൻ പിന്നെ ലാസ്റ്റിലാണ് ട്രൈ ചെയ്തത് പാസ്ത കേട്ടോ. പാസ്ത ഒരു രക്ഷയില്ലായിരുന്നു. എടുത്തത് എന്തായാലും നന്നായി, കാരണം അതുപോലെ ക്രീമി ബട്ടർ മിൽക്ക് നല്ല അടിപൊളി രുചിയായിരുന്നു. അത് ഞാൻ എടുത്ത് അത്രയും കഴിച്ചു. കുറച്ചും കൂടി എടുക്കേണ്ടതായിരുന്നു പിന്നെ വിചാരിച്ചു, കാരണം അതുപോലെ ടേസ്റ്റായിരുന്നു. പിന്നെ ഞങ്ങൾ ഇതെല്ലാം കൂടെ കഴിച്ചിട്ട് പിന്നെ ഞങ്ങൾ പോയത് അടുത്ത സെക്ഷനിലാണ്. അടുത്ത സെക്ഷൻ എന്ന് പറയുമ്പോൾ അവിടെ വെജിറ്റബിൾ റൈസ്, എനിക്കറിയത്തില്ല കുറേ സംഭവങ്ങൾ, ബീഫിൻ്റെ തന്നെ പല വെറൈറ്റി, ചിക്കൻ്റെ തന്നെ വെറൈറ്റി, ചിക്കൻ ക്രീമി ടെക്സ്ചറായിട്ടുള്ള ചിക്കൻ്റെ ഫുഡ്, അതൊക്കെയാണ് ഞങ്ങൾ പോയി എടുത്തത് കേട്ടോ. അത് തന്നെ ഞാനൊരു പ്ലേറ്റ് എടുത്തു, കാരണം എപ്പോഴും പോയി എടുക്കുന്നതിന് മടി കൊണ്ട് ഞാനിതെല്ലാം കൂടെ ഒരു പ്ലേറ്റിൽ തന്നെ എടുത്തിട്ട് വന്നു. പിന്നെ നമ്മുടെ നാട്ടിലെ പപ്പടം ഉണ്ടായിരുന്നു കേട്ടോ. അതും ഒരു സൈഡിൽ നിന്ന് ഫുള്ള് കഴിച്ച് തീർത്തു. പക്ഷേ വെജിറ്റബിൾ റൈസ് മാത്രം എനിക്ക് അത്രയ്ക്ക് അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല. അതിനകത്ത് കൂടുതലും ജിഞ്ചർ ഗാർലിക് പേസ്റ്റിൻ്റെ ഒരു ഇത് വന്നുകൊണ്ട് അധികം ഞാൻ കഴിച്ചില്ല. പിന്നെ നമ്മൾ അവിടെ സമൂസയൊക്കെ ഉണ്ടായിരുന്നു, സൈഡിൽ സമൂസ. പിന്നെ ഇവർ കൂണൊക്കെ വെച്ചിട്ട് ഫില്ല് ചെയ്യുന്നുണ്ട് കുറേ സംഭവങ്ങൾ, അതൊക്കെ ഉണ്ടായിരുന്നു, അതെല്ലാം കഴിച്ചു. പിന്നെ ലാസ്റ്റുള്ളൊരു അമേരിക്കൻ കോഫിയും കൂടെ കുടിച്ചിട്ടാണ് കേട്ടോ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങിയത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. അടുത്ത വീഡിയോയിൽ കാണാം. ബൈ ബൈ.